ഉഡായിപ്പാശ സൂസി മിനി അഥവാ സുഡാപ്പി മിനി അവരെ ഈ അടുത്ത കാലത്ത് ആശ എന്നൊരു കഥാപാത്രം, ഏത് ആശാ വർക്കർ എന്നൊരു കഥാപാത്രം കെട്ടി സെക്രട്ടറിയേറ്റ് പടിക്കൽ അവരോടൊപ്പം കുറച്ച് കഥാപാത്രങ്ങളെ കൂടെ ഇറക്കി ഒരു ആശാസമര നാടകം അരങ്ങേറിയിരുന്നല്ലോ. ആരും മറന്നിട്ടുണ്ടാകില്ല. സതീശന്റെ ദിവസപ്പടിയും മാസപ്പടിയും വാങ്ങിക്കൊടുത്തു അവരെ അവിടെ ക്യാമറകൾക്ക് മുന്നിൽ അഭിനയിച്ച് തകർത്തുകൊണ്ട് സർക്കാരിനെതിരെ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചത് നിങ്ങൾ മറന്നില്ലല്ലോ. നമ്മൾ പറയാറില്ലേ, ചിലതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് കാലം മറുപടി കൊടുക്കുമെന്നു. ആ സമരത്തെ ഏറ്റവും കൂടുതൽ കത്തിച്ചതാരാണ്? മൗദൂദി അഥവാ ജമാഅത്ത് ഇസ്ലാമി ചാനലായിട്ടുള്ള മീഡിയ വണ്ണും മാധ്യമ പത്രമാണ്. അവർക്ക് ആശാ വർക്കർമാരുടെ ആ 1000 രൂപ ഓണറേറിയം എന്നുള്ള ആവശ്യത്തിന് വേണ്ടി എന്തൊരു മുറവിളിയായിരുന്നു. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവർ ആത്മാർത്ഥമായിട്ടാണോ ഇത് ചെയ്യുന്നതെന്ന് നാട്ടുകാർ പരിശോധിക്കണ്ടേ? അപ്പോഴാണ് ഇതേ മൗദൂദി അഥവാ ജമാഅത്ത് ഇസ്ലാമി ചാനലായിട്ടുള്ള മീഡിയ വണ്ണിന് ഒരു പത്രസ്ഥാപനം കൂടിയുണ്ട്. ഏത്? മാധ്യമം പത്രം. ആ മാധ്യമം പത്രത്തിൽ കഴിഞ്ഞ 5 മാസമായിട്ട് ചെയ്ത തൊഴിലിന് ശമ്പളം കൊടുക്കാതെ കുറേയേറെ മനുഷ്യർ തെരുവിൽ കിടക്കുകയാണ്. ആരാണ്? മാധ്യമ പ്രവർത്തകർ. ഇവർക്ക് വേണ്ടി കൂലിയെഴുത്ത് നടത്തിയിരുന്നവർ. ആ പണി ചെയ്തതിന് അന്തസ്സായിട്ട് വേതനം കൊടുക്കണ്ടേ? ഇവിടെ കിടന്ന സൂസി മിനിയെ കൊണ്ടുവന്ന് ലക്ഷങ്ങൾ കൊടുത്ത് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ അധികാരം പിടിക്കാൻ വേണ്ടി സതീശന് വേണ്ടി കഥാപാത്രമാക്കിയവർക്ക് ഈ യഥാർത്ഥ സമരത്തിനു മേൽ എന്തുകൊണ്ട് കണ്ണടയ്ക്കപ്പെടുന്നു? നോക്കി. പക്ഷെ മോദി സർക്കാർ ഇപ്പൊ കൊണ്ടുവരാൻ പോകുന്ന ലേബർ കോഡ്, ഓൾറെഡി കൊണ്ടുവന്ന ലേബർ കോഡ് കേരളത്തിൽ അത് ശക്തമാകാനിരിക്കുക. ഈ ലേബർ കോഡിനെ അതിനെ ആയുധമാക്കിക്കൊണ്ട് കേരളത്തിൽ ഒരു പക്ഷെ ആദ്യമായിട്ട് മാധ്യമ മേഖലയിൽ ലേബർ കോഡ് നടപ്പാക്കാൻ പോകുന്ന ഒരു സ്ഥാപനമായി മാറാൻ മാധ്യമത്തിന്റെ മാനേജ്മെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടല്ലോ, സർക്കാരിനെതിരെ സമരം ചെയ്യാൻ സൂസിമാരെ കൊണ്ടുവരുമ്പോൾ സ്വന്തം സ്ഥാപനത്തിൽ മര്യാദയ്ക്ക് പണിയെടുത്ത ഏത് വിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷ വിഭാഗക്കാരുടെ സംരക്ഷകരാണ്